നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ഭൂതത്തെ ഓടിച്ച ബുദ്ധി. ഒരു ഭൂതത്തിനെ ഓടിക്കേണ്ടി വന്നു. ബുദ്ധിനെ വർത്തില്ലാണ്ട് വന്ന് ഓടിക്കേണ്ടി വന്നു. അതിന് ഒരു സ്ത്രീ പ്രയോഗിച്ച ബുദ്ധിശക്തിയെ പറ്റി പറയുന്നതാണ് ഈ കഥ. ഒരു ഗ്രാമത്തിൽ നടന്ന കഥയാണ് കേട്ടോ. വടക്കേ ഇന്ത്യയില ചന്ദ്രു എന്ന് പറഞ്ഞിട്ട് ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. അയാളുടെ ഭാര്യയാണ് സുനന്ദ. അവർക്ക് രണ്ടുപേർക്കും 2 കുട്ടികളൊക്കെ ഉണ്ട്. ധാരാളം കൃഷിസ്ഥലങ്ങൾ, ഒരുപാട് സ്ഥലങ്ങളുണ്ട് ചന്ദ്രുവിന്. അവിടെയൊക്കെ കൃഷി ചെയ്താൽ നല്ല വിളവും കിട്ടും, ധാരാളം സമ്പത്ത്. കന്നുകാലി വളർത്തലുണ്ട്, ആടുമാടുകളെ വളർത്തലുണ്ട്, കോഴിയെ വളർത്തലുണ്ട്. ഇതൊന്നും കൂടാതെ വലിയൊരു കുളമുണ്ട്. ആ കുളത്തിനകത്ത് താറാവിനെ വളർത്തലുണ്ട്, മത്സ്യം വളർത്തലുണ്ട്. എന്തിനു പറയണം, മുയലുകൾക്ക് വേറെ ഒരു ഫാമുണ്ട്. ഇങ്ങനെ എപ്പോഴും ഈ ചന്ദ്രുവിൻ്റെ വീട്ടിനോടനുബന്ധിച്ച് എപ്പോഴും കൃഷിസ്ഥലങ്ങൾ, കുറേ ഭാഗം തെങ്ങും തോപ്പാട്ടോ. തെങ്ങിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് തേങ്ങയൊക്കെ ഇട്ടിട്ട് വന്ന് കൂട്ടിയിട്ട് അതൊക്കെ പൊതിച്ച് ചന്തയിൽ കൊണ്ടുപോയി കൊടുത്ത് വിറ്റ് വരുമ്പോഴേക്കും വീണ്ടും അടയ്ക്ക പറിക്കാറാവും. അടയ്ക്ക പറിച്ച് അതൊക്കെ കൊണ്ട് കൊടുത്ത് തിരിച്ച് വരുമ്പോഴത്തേക്കും പച്ചക്കറികൾ നട്ടേക്കണതൊക്കെ പറിച്ച് അത് കൊണ്ട് കൊടുക്കാറ്. ഇങ്ങനെ എപ്പോഴും ജോലിയുണ്ട് ചന്ദ്രുവിൻ്റെ വീട്ടിൽ. പണിക്കാരുണ്ട്. അപ്പം ചന്ദ്രു ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കാര്യമാണ് ചന്ദ്രു ആലോചിച്ചത്. 10-30 പണിക്കാർ ദിവസവും പണിയുന്നുണ്ട്. ഈ പണിക്കാർക്ക് വച്ച് വിളമ്പി സുനന്ദയ്ക്ക് വയ്യാണ്ട. ഇപ്പം സുനന്ദ എന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലുള്ളവർക്ക് മാത്രമേ ഭക്ഷണം ഉണ്ടാക്കുള്ളൂ കേട്ടോ, പറഞ്ഞേക്കാം. ഈ പണിക്കാർ വരണവരിന്ന് തന്നെ ഒരു 2 പണിക്കാർ വന്ന് അവർക്കൊക്കെ വേണ്ട ആഹാരം അവരുണ്ടാക്കിക്കൊണ്ട്, എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടാ, എനിക്ക് വയ്യാഞ്ഞിട്ടാ എന്ന് പറഞ്ഞു. അപ്പം ചന്ദ്രുവിന് തോന്നി, ശരി അവൾക്ക് വയ്യെങ്കിൽ വേണ്ട, അവള് പണിക്കാർ പണിതുണ്ട്. അങ്ങനെ പണിക്കാർ തന്നെ വലിയ പാത്രത്തിൽ ഒരുപാട് ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങി. പലതരത്തിലുള്ള കറികളൊക്കെ ഉണ്ടാക്കി തുടങ്ങി. അവർ സുഖമായിട്ട് അവർ പണിയെടുക്കണു, സുഖമായിട്ട് ഭക്ഷണം ഉണ്ടാക്കണു. 2 പേര് സുഖമായിട്ട് എല്ലാവരും കഴിക്കണു. എല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ പോകണു, ഉള്ള കൂലി വാങ്ങിച്ച് ഇങ്ങനെ സുഖമായിട്ട് സന്തോഷമായിട്ട് കഴിയായിരുന്നു കേട്ടോ ഒരു ഗ്രാമജീവിതം. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ഈ ചന്ദ്രുവിന്, അയാൾക്ക് ഭയങ്കര പിശുക്ക്. ഇത്ര അധികം ഭക്ഷണം കൊടുക്കണ്ടേ, ഭക്ഷണത്തിന് തന്നെ നല്ലൊരു ചിലവ് വരണം. ഈ പണിക്കാർ മുഴുവൻ തൻ്റെ വീട്ടിൽ തൻ്റെ സമ്പത്തല്ലേ ഈ ഭക്ഷണമായിട്ട് കഴിച്ച് തിന്നിച്ച് പോണത്. അത് പറ്റില്ല. ഒരു ഭക്ഷണം കൊടുക്കാണ്ട് പണിയോ, ഭക്ഷണം ഇല്ലാതെ ആരാ പണിയണേ? ആരും വരില്ല പണിക്ക്. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ, എല്ലാവരും പണിയെടുക്കുന്നത് ഭക്ഷണം കഴിക്കാനാണ്, അല്ലാതെ കണ്ട് വേറെ ആരും പണിക്കൊന്നും വരില്ല. അങ്ങനെ ഇപ്പോൾ ചന്ദ്രു പറഞ്ഞു, നിങ്ങൾ ആരും പണിക്ക് വരണം, അല്ലാതുണ്ട് പിന്നെ ഇപ്പം എന്താ ചെയ്യണേ, ഇങ്ങനെ ഇതൊന്നും വിളിച്ചാലോ. അങ്ങനെയാണ് തോന്നിയ ചന്ദ്രു അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ അയാളോടൊരു വഴിക്ക് വെച്ചിട്ടൊരു സന്യാസിയെ കണ്ടു. അപ്പോൾ ആ സന്യാസിയെ കണ്ടപ്പോൾ സന്യാസി പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, എന്താ നിങ്ങളുടെ പ്രയാസം, നിങ്ങളുടെ വിഷമം, അതായത് കൂലിയൊന്നും വാങ്ങാതെ കണ്ട് ധാരാളം ഭക്ഷണം കഴിക്കാതെ കണ്ട് ഇരിക്കുന്ന ഒരു പണിക്കാരനെ നിങ്ങൾക്ക് കിട്ടണം, അതല്ലേ നിങ്ങളുടെ ആവശ്യം? അതെ, ധാരാളം പണിയുണ്ട് എൻ്റെ വീട്ടിൽ, തുടർച്ചയായിട്ട് ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു പണിക്കാരനെ എനിക്ക് കിട്ടണം, അത്ര തന്നെയാണ് ആവശ്യം. ഞാനൊരു മന്ത്രം പറഞ്ഞുതരാം. സന്യാസി പറഞ്ഞു, ഞാൻ ഒരു മന്ത്രം പറഞ്ഞുതരാം, നിങ്ങൾ 2 മാസം ആ മന്ത്രം ഉരുവിടണം. ഒരു ദിവസം 7 പ്രാവശ്യം ഉരുവിടണം. അങ്ങനെ 2ാമത്തെ ദിവസം 7 പ്രാവശ്യം. അങ്ങനെ ഉരുവിട്ട് കഴിഞ്ഞ് 2 മാസത്തിനകത്ത് നിങ്ങളുടെ മുമ്പിൽ ഒരു പണിക്കാരൻ വരും. അയാൾക്ക് പണി കൊടുത്താൽ മതി, ഭക്ഷണമൊന്നും കൊടുക്കണം എന്ന് പറയും. ശരി, ഞാൻ മന്ത്രം ഉരുവിട്ടോളാം എന്ന് പറയും. അങ്ങനെ ചന്ദ്രു വീടിനകത്തൊരു മുറിക്കകത്ത് അടച്ചിരുന്നിട്ട് 7 പ്രാവശ്യം മന്ത്രം ചൊല്ലും. തിരിച്ച് എണീറ്റ് പോരും. പിറ്റേ ദിവസം പോയിട്ട് വീണ്ടും 7 പ്രാവശ്യം. ഇതയാളുടെ ദിനചര്യ. ഒരു 10-45 ദിവസം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വാതിലങ്ങോട്ട് തുറന്ന വഴിക്ക് രാവിലെ തന്നെ പുറത്തേക്കുള്ള വലിയ വാതിലങ്ങോട്ട് തുറന്ന വഴിക്ക് മുറ്റത്ത്, ദൈവമേ, കണ്ടാ പേടി തോന്നണ വലിയൊരു ഭൂതം. ചന്ദ്രു പേടിച്ചു പോയി. വലിയ ഉണ്ട കണ്ണുകളും ദംഷ്ട്രങ്ങളും, ഒരുപാട് പൊക്കവും വണ്ണവും, ശരീരമാസകല രോമങ്ങൾ, കാണുമ്പോൾ തന്നെ പേടിയാവുന്നൊരു രൂപം. അതൊരു ഭൂതമായിരുന്നു. ചന്ദ്രനെ കണ്ടിട്ട് അയ്യോ അമ്മേ എന്ന് പറഞ്ഞിട്ട് പേടിച്ച് ഓടി തുടങ്ങിയപ്പോൾ ഭൂതം എന്ത് പറഞ്ഞു,
പേടിക്കണ്ട പേടിക്കണ്ട, ചന്ദ്രു നിൽക്കൂ അവിടെ, ചന്ദ്രു ചന്ദ്രു എന്ന് വിളിച്ചു. എൻ്റെ പേരറിയാമോ? ഓ എനിക്കറിയാം, ഞാൻ സന്യാസി പറഞ്ഞിട്ട് വരുന്ന ആളാണ്, നിങ്ങളുടെ അടിമയാണ് ഞാൻ, നിങ്ങൾ പറയുന്ന ജോലികൾ ചെയ്യാൻ വേണ്ടി വന്നേക്കണ ആളാണ്, നിങ്ങൾ ഒട്ടും പേടിക്കണ്ടെന്ന്. അതെയോ? ചന്ദ്രുവിൻ്റെ സമാധാനമായി. ചന്ദ്രുവിൻ്റെ കരച്ചിൽ കേട്ട് ഭാര്യ ഓടി വന്നു. ഭാര്യ ഓടി വന്നപ്പോൾ ഇതിന് വെള്ളം കുടിക്കാൻ താന്നു. വേഗം വെള്ളം മേടിച്ച് കുടിച്ചു. പിന്നെ മിണ്ടാറായുള്ളൂ പേടിച്ചിട്ടേ. പിന്നെ ഭൂതത്തിനോട് പറഞ്ഞു. ഭൂതം ചോദിച്ചു, പണികൾ എന്താ ജോലികളെന്ന് വെച്ചാൽ പറയൂ, എനിക്ക് ജോലികൾ തരണം. ഞാനിവിടെ ജോലി പ്രവേശിക്കുന്നതിന് മുൻപ് എൻ്റെ കരാറുകൾ പറയാം. എനിക്ക് തുടർച്ചയായിട്ട് ജോലികൾ തന്നുകൊണ്ടിരിക്കണം. ജോലി ഇല്ലാതെ വന്നാൽ എനിക്ക് വിശക്കും. ജോലിയാണ് എൻ്റെ ഭക്ഷണം. ഞാനിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിക്കണ ഒരു സുഖമാണ്. അപ്പം ഞാൻ ജീവിച്ചു പോകുള്ളൂ. ജോലി ഇല്ലാതെ വന്നാൽ എനിക്ക് വിശക്കും. അപ്പം ഞാൻ നിങ്ങളെ പിടിച്ച് തിന്നും പറഞ്ഞേക്കാം. അയ്യോ, എന്നെ പിടിച്ച് തിന്നെ? ആ, ജോലി ഇല്ലെങ്കിൽ നിങ്ങളെ പിടിച്ച് തിന്നും. അപ്പം ചന്ദ്രു നല്ല ഉറക്കൊരുട്ട ചിരിയായി ചിരിച്ചു. ഇവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് തന്നെ എപ്പോഴാടോ എന്നെ പിടിച്ച് തിന്നാൻ പോണേ എന്നോർത്തിട്ട് നല്ല ചിരിയും ചിരിച്ചു. ഇല്ല 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 ഇല്ല, ഇവിടെ ജോലി ഇല്ലാതെ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഭൂതത്തിനോട് പറഞ്ഞു. ഭൂതം ചോദിച്ചു, പറയൂ എന്താ, ഞാൻ ഇന്നെന്താ ജോലി ചെയ്യണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തു കൂടെ ഒരു പുഴ ഒഴുകി പോകുന്നുണ്ട്. ആ പുഴയിൽ നിന്നും ചാല് കീറി പൊക്കത്ത് നിന്ന് ചാല് കീറണം. പുഴയുടെ കുറേ അങ്ങോട്ട് കയറി എന്നിട്ട് ആ ചാല് വഴി തൻ്റെ കൃഷിസ്ഥലത്തേക്ക് അതിനെ ഒഴുക്കി കൊണ്ടുവരണം. തോടായിട്ട് പല സ്ഥലത്തേക്കും വെള്ളം ഒഴിക്കണം. അതിനുള്ള തോട് കീറലാണ് ഇന്നത്തെ ജോലി എന്ന് പറഞ്ഞു. ഓ ശരി എന്ന് പറഞ്ഞു. തൂമ്പ എടുത്തും കൊണ്ട് ഈ ഭൂതം പണിസ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്ന് പുഴയുടെ പൊക്കത്ത് കയറി ഇന്ന സ്ഥലത്തു നിന്ന് തോട് കീറി പറമ്പിലേക്ക് കടത്തി. പറമ്പിൽ നിന്ന് ഇങ്ങനെ തോട് കീറി വലിയൊരു വീതിയുള്ള തോട് കീറി അവിടെ വലിയൊരു കുഴി അങ്ങോട്ട് കുഴിച്ചു. ആ കുഴി കുഴിച്ചിട്ട് അതിൽ നിർത്തിയിട്ട് പിന്നെ അതിൽ നിന്ന് പല ദിക്കിലേക്ക് ഒരു 2-3 തോടുകൾ അങ്ങോട്ട് വലിയൊരു തോട്. ആ തോടിൻ്റെ 3 വഴിക്ക് ചാലിട്ട് ഈ കൃഷിസ്ഥലത്തിൻ്റെ 3 സ്ഥലത്ത് കൂടെ ചെറിയ 3 പുഴകൾ തന്നെ. വലിയൊരു പുഴയിൽ നിന്ന് 3 പുഴകളെ തിരിച്ചിയാളുടെ കൃഷിസ്ഥലത്തേക്ക് വന്നു. നേരം വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ഭൂതം വന്നു. ചന്ദ്രൻ്റെ മുമ്പിൽ വന്നു. തൂമ്പ അവിടെ വെച്ചു. ഞാൻ ഇത് പറഞ്ഞ പണി ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു. ചന്ദ്ര ചെന്ന് നോക്കി കേട്ടോ, തൻ്റെ കൃഷിസ്ഥലത്ത് ചെന്ന് നോക്കി. പറഞ്ഞത് ശരിയാ, പുഴയിൽ നിന്ന് തോട് കീറി തൻ്റെ കൃഷിസ്ഥലം മുഴുവൻ തോടുകൾ വഴി നനയ്ക്കാൻ, ഓരോ തോടിൽ നിന്നും വഴി തിരിച്ചു കൊണ്ടുപോയി നനയ്ക്കാൻ പാകത്തിന് വെള്ളം ഒഴുകി തുടങ്ങി. അയ്യോ, അത് ശരി, ഇങ്ങനെയാണ്. പിറ്റേ ദിവസം വീണ്ടും വന്നു. ഭൂതം വന്നു. എനിക്ക് ഇന്നെന്താ ജോലി എന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, ഈ കൃഷിസ്ഥലമൊക്കെ പല തട്ടുകളായിട്ട്, ഇപ്പം ഇതൊക്കെയല്ലേ കിടക്കണേ, പല തട്ടുകളായിട്ട് തിരിച്ചെടുക്കണം. കൃഷി ചെയ്യാൻ പാകത്തിന് നിലമൊരുക്കണം. കൃഷിക്ക് പറ്റിയ വിധത്തിൽ നിലമൊരുക്കണം. ശരിയെന്ന്. ഓ, അങ്ങോട്ട് ചെന്നു. ആദ്യത്തെ ഭാഗം കുറേ കണ്ട് നിരപ്പാക്കി. അവിടുന്ന് കുറേ ഇങ്ങോട്ട് തട്ട് തിരിച്ചു. അതിൻ്റെ അടുത്ത താഴ്ത്തുനിന്ന് തട്ട് തിരിച്ചു. എന്തിനു പറയണു, വൈകുന്നേരം ആകുമ്പോൾ കഴിഞ്ഞു. പറഞ്ഞ ജോലി ചെയ്ത് കഴിഞ്ഞു. അടുത്ത ജോലി എന്താ എന്ന് ചോദിച്ചു. ചന്ദ്ര ചെന്ന് നോക്കി. തൻ്റെ കൃഷിഭൂമി മുഴുവൻ തട്ടായി തിരിച്ചു കഴിഞ്ഞു. ഇനി ആ കൃഷിസ്ഥലം ഒക്കെ ഇത് വിത്ത് വിതയ്ക്കാൻ കുറേ സ്ഥലം നെല്ല് വിതയ്ക്കണം, കുറച്ച് തീന, പയർ, വിത്തുകൾ, പലതരത്തിലുള്ള കൃഷികളൊക്കെ ചെയ്യണം. ഓ, അതും ചെയ്തു കഴിഞ്ഞു. പിറ്റേ ദിവസം വിത്ത് വിതയ്ക്കലും കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പിന്നത്തെ ദിവസം എൻ്റെ കന്നുകാലികളെയൊക്കെ കുഞ്ഞിൻ്റെ അപ്പുറം കൊണ്ടുപോയി തീറ്റിയിട്ട് കൊണ്ടുവരണം. വേഗം കൊണ്ടുപോയി തീറ്റി കൊണ്ടുവന്നു. എല്ലാ ആടുകളെയും പശുക്കളെയും എല്ലാത്തിനും ഒന്നിച്ചാട്ടി ഓടിച്ച് കൊണ്ടുപോയി ആട്ടി ഓടിച്ച് തീറ്റയും കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്ന് കയറ്റി ഓരോ സ്ഥലത്തേക്ക് ഓരോരോ സ്ഥലങ്ങളിലേക്ക് അങ്ങോട്ട് ആക്കുകയും ചെയ്തു. ഇനി അടുത്ത പണി എന്താണ്? ചന്ദ്രന് പേടിയായി തുടങ്ങി. തൻ്റെ കന്നുകാലികളെ നോക്കൽ. ഇത് പറഞ്ഞിടത്തോളം പണികളൊക്കെ വേഗം അങ്ങോട്ട് ചെയ്ത് കഴിയുക. തെങ്ങുമെന്ന് തേങ്ങയൊക്കെ ഇടണമെന്ന് പറഞ്ഞു. തെങ്ങുമെന്ന് കയറാനൊന്നും പോയില്ല. ഭൂതം അവിടെ നിന്നിട്ട് ഒരൊറ്റ കുലുക്കി തേങ്ങ ഒന്നങ്ങോട്ട് വളർന്ന് നിവർത്താൻ നിന്നു. തെങ്ങിൻ്റെ മുകളിലേക്ക് കയ്യെത്തും. എന്നിട്ട് പിരിച്ച് താഴത്തേക്ക് തേങ്ങ ഇട്ടു. അതൊക്കെ പറക്കി കൂട്ടണം. അതൊക്കെ പറക്കി കൂട്ടി എല്ലാം പൊതിച്ചെടുത്തു. ഈ പറയണ ജോലികളൊക്കെ വേഗം ഭൂതം ചെയ്തു. ചന്ദ്രന് പേടിയായി. അയ്യോ, ഇയാളിഞ്ഞിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ജോലിയില്ലെങ്കിൽ തന്നെ പിടിച്ച് തിന്നുമോ, എന്താ വേണ്ടതെന്ന് വിചാരിച്ചു വളരെ വിഷമിച്ചു തുടങ്ങി. അപ്പോൾ ഭാര്യ ചോദിച്ചു, എന്താ ഇവിടത്തേക്ക് ഒരു ആലോചന,
എൻ്റെ സുനൻ്റെ ഒന്നും പറയണ്ട, ജോലി കൊടുത്തില്ലെങ്കിൽ അയാൾ എന്നെ തിന്നുന്നാ പറഞ്ഞേക്കണത്. ഇനിയിപ്പോൾ ജോലികൾ കഴിഞ്ഞു. നമ്മുടെ കൃഷിസ്ഥലമൊക്കെ നീ കണ്ടോ, എല്ലാം വെള്ളം നനച്ചു, ചെടി വിത്ത് വിതച്ചു, കൃഷിയൊക്കെ വളർന്നു നിന്ന് കാറ്റിലാടുന്നു, കതിരിടാറൊക്കെ ആയി തുടങ്ങി. മാത്രമല്ല കന്നുകാലികളെയൊക്കെ കുളിപ്പിക്കലും നോക്കലും പിടിക്കലും കറക്കലും എല്ലാം അയാൾ ചെയ്യുന്നുണ്ട്. നാളത്തേക്ക് ഇനി എന്താ ചെയ്യുക? കന്നുകാലി നോക്കലൊക്കെ പെട്ടെന്ന് കഴിയണമുണ്ട്. വേഗം വേഗം ജോലി കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കണം. ജോലി ഇല്ലെങ്കിൽ അയാൾ എന്നെ തിന്നും, എന്നെ തിന്നും. ഞാൻ എന്ത് വഴി വേണ്ടു? എൻ്റെ ജന്മം പോയില്ലോ. ഇങ്ങനെ ഇതിനെങ്ങനെയാണ് നമ്മളൊന്ന് പറഞ്ഞേക്ക് വരണം. ജോലി ഇല്ലെങ്കിൽ തിന്നുന്നാ പറഞ്ഞേക്കണേ. അപ്പോൾ ഭാര്യ ആലോചിച്ചു. ഭാര്യ പറഞ്ഞു, തോർത്ത് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, അക്കാര്യം എനിക്ക് വിട്ടു തന്നേക്കും. അയാൾക്ക് എടുത്താൽ കഴിയാത്തൊരു പണി ഞാൻ കൊടുത്തോളാം. പറ്റുമോ നിനക്ക്? പറ്റും. ഇത്തിരി ബുദ്ധിപൂർവ്വം ആലോചിക്കുക വേണ്ടു. ഞാനൊരു പണി കണ്ടുവച്ചിട്ടുണ്ട് അയാൾക്ക്, അത് ഞാൻ കൊടുത്തോളാം. നാളെ അയാൾ പണി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പണി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. അത് പറഞ്ഞൂടെ? ഓഹോ, ഞാൻ 100 വട്ടം പറയാം. അങ്ങനെ പിറ്റേ ദിവസം വന്നിട്ട് ഇന്നെന്താ എനിക്ക് പണി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇന്ന് നിനക്ക് ചെയ്യാനുള്ള പണി എൻ്റെ ഭാര്യ തരും, ഇന്ന് അവളാ പറഞ്ഞുതരാം. ആയിക്കോട്ടെ. വേഗം സുനന്ദ അങ്ങോട്ട് വന്നു. സുനന്ദ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല സുന്ദരിയായ സ്ത്രീയാണ്. മാത്രമല്ല ധാരാളം തലമുടിയുണ്ട്. എങ്ങനെ ചുരുണ്ട് ഒട്ടുവരെ കിടക്കണ തലമുടിയാണ്. സ്പ്രിങ് പോലെയാണ് സുനന്ദയുടെ തലമുടി. ഇങ്ങോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ വലിച്ചാൽ അങ്ങോട്ട് നീങ്ങളും, പക്ഷെ വിട്ടാലോ വീണ്ടും ചുരുണ്ടുകൂടി അങ്ങോട്ട് കയറും. അങ്ങനെയുള്ള തലമുടിയാണ്. സുനന്ദ ഈ ഭൂതത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് തൻ്റെ തലമുടി അങ്ങോട്ട് അഴിച്ചിട്ടു. എന്നിട്ട് അതിൽ നിന്ന് ഒരു തലമുടി നാര് ഇങ്ങോട്ട് വലിച്ചു. തലമുടി നാര് വലിച്ചപ്പോൾ അതിങ്ങനെ സ്പ്രിങ് പോലെ ചുരുണ്ട് കിടക്കുക. കാഷ്ടിച്ച് 1.5 മീറ്റർ, ഒരു 6 നീളമുള്ളൂ, പക്ഷെ ചുരുണ്ടാ കിടക്കണേ. അത് വേഗം ഭൂതത്തിൻ്റെ ലോകത്ത് ഇത് വലിച്ച് നിവർത്തി തരാൻ പറഞ്ഞു. ഈ മുടിയുടെ ഈ ചുളിവ് അങ്ങോട്ട് മാറ്റി ഇതൊന്ന് നിവർത്തി തരുമെന്ന് പറഞ്ഞു. ഭൂതം വേഗം ഇതെടുത്തു, ചുളിവ് നിവർത്തി പിടിച്ചോന്ന് തന്നു. അങ്ങനെ അത് ഇങ്ങനെ പിടിച്ചു നോക്കി. ഈ കയ്യാ വിട്ടു, വഴിക്കുന്നു. വീണ്ടും ചുരുണ്ടില്ലേ, വീണ്ടും വലിച്ചിട്ടെന്ന കാര്യം പിന്നെയും ചുരുണ്ടു. ഇങ്ങനെ ഭൂതം അവിടെ ഇരുന്ന് ഈ തലമുടിയുടെ ചുളിവ് നിവർത്താനായിട്ട് ഒരുപാട് വൈകുന്നേരം വരെ ഇരുന്ന് ശ്രമിച്ചു. തലമുടിയുടെ ചുരുളൽ നിവർന്നില്ല. കുറച്ച് കഴിഞ്ഞ് സുനന്ദ വന്ന് ചോദിച്ചിട്ട്, മുടി നിവർന്നോ എന്ന് ചോദിച്ചു. മുടി നിവരാറായി, ഇപ്പം നിവരും എന്ന് പറഞ്ഞു. നിവരുമ്പോൾ തരൂ കേട്ടോ എന്ന് പറഞ്ഞു. ഭർത്താവിനോട് ചെന്ന് പറഞ്ഞു, ഒന്ന് പോയി നോക്കൂ, അയാൾ ചെയ്യണ പണി എന്താണെന്നൊന്ന് നോക്കൂ. ചന്ദ്രന് പേടിയായിട്ട് പാടില്ല. ചന്ദ്രു ഒളിഞ്ഞു നിന്ന് നോക്കി. ഒരു തലമുടി ഇങ്ങനെ പിടിച്ച് വലിക്കുക ഭൂതം. വലിച്ച് ഈ അറ്റം വരെ കൊണ്ടുവന്ന് അതിൻ്റെ ചുളിവൊക്കെ നിവർന്ന് കഴിയും. ഈ കയ്യങ്ങോട്ട് വിട്ടു, മുടി അങ്ങോട്ട് ചുരുണ്ട് കയറിപ്പോകും. പിന്നെ ഈ അറ്റം പിടിക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് പിടിക്കും, ഇങ്ങോട്ട് പിടിച്ചു, ഈ കയ്യങ്ങോട്ട് വിടും, മുടി അങ്ങോട്ട് ചുരും. ഇങ്ങനെ 2 കൈ കൊണ്ട് മാറി മുടിയുടെ ചുരുളൽ നിവർത്താനായിട്ട് ഭൂതം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ചന്ദ്രന് ഇത് കേട്ടപ്പോൾ എൻ്റെ ഭാര്യ നല്ല ബുദ്ധിശക്തിയുള്ളവൾ തന്നെയാണ്. മുടിയുടെ ചുരുളൽ തീരാൻ പോകണ്ട. സന്ധ്യ വരെ നോക്കിയിട്ട് മുടിയുടെ ചുരുളൽ വരാണ്ടായി. ഇപ്പോൾ ഭൂതം എന്ത് ചെയ്തു? ആ മുടി അവിടെ ഇട്ടിട്ട് ഞാൻ പോവുക എൻ്റെ പാട്ടിന്, ഇതിൻ്റെ ഈ പണി കഴിയണില്ല എന്നും പറഞ്ഞ് അങ്ങോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഭൂതത്തിൻ്റെ പിടിയിൽ നിന്നും ചന്ദ്രു രക്ഷപ്പെട്ടു. അതാണ് ഭൂതത്തെ ഓടിച്ച വിദ്യ. ഈ ഭൂതം വന്നു കൂടിക്കഴിഞ്ഞു. പക്ഷെ എങ്ങനെയാണ് പോണേ? ഭൂതത്തെ ഓടിച്ച ബുദ്ധി സുനന്ദയുടെ ബുദ്ധിയായിരുന്നു. അതാണ് ഇന്നത്തെ കഥ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.